ടോട്ടോച്ചാൻ്റെ രസകരമായ സ്കൂൾ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്നത്തെ അധ്യായം സ്കൂൾ ഗാനം. ടോമ ഗക്വാനിലെ ദിനങ്ങൾ ഓരോന്നും ടോട്ടോച്ചാന് വിസ്മയം നിറഞ്ഞതായിരുന്നു. സ്കൂളിൽ നിന്ന് വീടെത്തിക്കഴിഞ്ഞാൽ നേരം പുലരാൻ അവൾ എന്നും കാത്തിരുന്നു. വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ അച്ഛനോടും അമ്മയോടും പങ്കുവെക്കുക എന്നതായിരുന്നു അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട വിനോദം. നാവിന് വിശ്രമം കൊടുക്കുവാൻ അവൾക്കാവുമായിരുന്നില്ല. റോക്കിയോടും അമ്മയോടും അച്ഛനോടുമെല്ലാം അവൾ തുടരെ സംസാരിച്ചുകൊണ്ടേയിരുന്നു. അന്നേ ദിവസത്തെ വിസ്മയങ്ങളെക്കുറിച്ച്, അതിശയങ്ങളെക്കുറിച്ച്. മതി എൻ്റെ ടോട്ടോ, നീ ഇനി വല്ലതും കഴിക്ക്. പലപ്പോഴും അമ്മയ്ക്ക് പറയാതിരിക്കാനായില്ല. അമ്മയ്ക്ക് സമയമില്ല എന്ന് തോന്നുന്ന ദിവസങ്ങളിൽ അവൾ സംസാരം മുഴുവനും റോക്കിയോടായിരിക്കും. പുതിയ സ്കൂളിന്റെ ശീലങ്ങളുമായി നന്നായി ഇഴുകിച്ചേർന്നിട്ടും കൊച്ചു ടോട്ടോയ്ക്ക് ഓരോ ദിവസവും കുന്നുകണക്കിന് വിശേഷങ്ങളാണ് പറയാനുള്ളത്. അമ്മ അങ്ങനെ ആയതിൽ ഉള്ളാലെ സന്തോഷിക്കുകയാണുണ്ടായത്. ഒരു ദിവസം ടോട്ടോച്ചാൻ പള്ളിക്കൂടത്തിലേക്ക് പോകാനായി തീവണ്ടിയിലിരിക്കുകയാണ്. അപ്പോൾ ഒരു ചിന്ത വന്ന് അവളെ അലട്ടാൻ തുടങ്ങി. എൻ്റെ ഈ സ്കൂളില് ടോമോ ഗക്വാന് ഒരു സ്കൂൾ ഗാനമുണ്ടോ? എത്രയും വേഗം സ്കൂളിലെത്തി അത് അന്വേഷിക്കാൻ അവൾക്ക് തിടുക്കമായി. 2 സ്റ്റേഷനുകൾ കൂടി കഴിയണം, എങ്കിൽ മാത്രമേ സ്കൂൾ സ്റ്റോപ്പ് ആവുകയുള്ളൂ. കൊച്ചു ടോട്ടോയ്ക്ക് ആവേശം നിയന്ത്രിക്കാനായില്ല. ജിയുഗോക്കോയിൽ എത്തിയാൽ ഉടനെ തന്നെ പുറത്തേക്ക് ചാടാനുള്ള വെമ്പലോടെ അവൾ വാതിലിന്റെ വിളിമ്പിൽ പോയി നിന്നു. വണ്ടി ജിയുഗോക്കോ സ്റ്റേഷനെ സമീപിക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ നിന്നിരുന്ന ഒരു സ്ത്രീയെ വിളിമ്പത്ത് നിൽക്കുന്ന ടോട്ടോച്ചാനെ കണ്ട് ശരിക്കും ഭയന്നുപോയി. അവൾ തെറിച്ചു വീഴും എന്ന് തന്നെ അവർക്ക് തോന്നി. ടോട്ടോച്ചാൻ കടുകിട അനങ്ങാതെ നിൽക്കുകയാണ്. ഓൺ യുവർ മാർക്സ് റെഡി എന്ന സിഗ്നൽ കേട്ട് കാതോർത്ത് നിൽക്കുന്ന ഒരു ഓട്ടക്കാരിയെ പോലെ. ഈ കുട്ടിക്ക് എന്താ പിരിയിളക്കിയോ? പ്ലാറ്റ്ഫോമിൽ നിന്ന സ്ത്രീ പിറുപിറുത്തു. ചെറുപ്പക്കാരനായ കണ്ടക്ടർ സ്റ്റേഷൻ എത്തിയ ഉടനെ തന്നെ വിളിച്ചു പറഞ്ഞു, ജിയുഗോക്കോ, ജിയുഗോക്കോ. തീവണ്ടി ഒരു ഞരക്കത്തോടെ നിൽക്കാൻ തുടങ്ങും മുൻപ് തന്നെ ഒരു കാൽ പ്ലാറ്റ്ഫോമിലൂടെ നിരക്കി ഒരു അഭ്യാസിയെ പോലെ അവൾ ചാടിയിറങ്ങി മിന്നൽ പിണര് പോലെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഈ സ്കൂളിന് ഒരു പാട്ടുണ്ടോ തായ്ച്ചാൻ? സ്കൂളിലെ തീവണ്ടി മുറിയിൽ അവൾ പ്രവേശിച്ച നിമിഷം തന്നെ ക്ലാസ്സിലുണ്ടായിരുന്ന തായ്ജി യമനൌച്ചിയോട് അത് ചോദിച്ചു. തായ്ച്ചാൻ നേരത്തെ തന്നെ ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞിരുന്നു. ഒരു മുഴുവൻ സമയ ഫിസിക്സ് പ്രേമി ആയിരുന്നുവെങ്കിലും അവൻ ആലോചിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, ഏയ് ഇല്ലാന്നാ തോന്നണേ. എന്നാലേ നമുക്കൊരെണ്ണം വേണം. ഗാഠമായി ആലോചിച്ചുകൊണ്ട് ടോട്ടോച്ചാൻ പറഞ്ഞു, ഞങ്ങളുടെ പഴയ സ്കൂളില് അസലൊരു പാട്ടുണ്ടായിരുന്നു. ആരും ആവശ്യപ്പെടും മുമ്പ് തന്നെ ആവുന്നത്ര ഉച്ചത്തിൽ ടോട്ടോച്ചാൻ പാടിത്തുടങ്ങി. സെൻസക്കു ജലാശയം അഗാധമല്ലെങ്കിലും അതിഗഹനം ഇന്നു മമ വിദ്യ തന്മാനങ്ങൾ. കുറച്ചു കാലമേ ടോട്ടോച്ചാൻ ആ പഴയ സ്കൂളിൽ പഠിച്ചിട്ടുള്ളൂ. ഈ പാട്ടിലെ പദങ്ങളാകട്ടെ കടുകട്ടിയുമായിരുന്നു. എന്നിട്ടും അത് ഓർത്തിരിക്കാൻ അവൾക്ക് വിഷമമുണ്ടായില്ല. ആദ്യ 2 വരികൾ അവൾക്ക് അനായാസേന ചൊല്ലാനാവുമായിരുന്നു. പാട്ട് കേട്ട ഉടനെ തന്നെ തായ്ച്ചാൻ അത് നന്നേ പിടിച്ചു. ഇതിനിടെ മറ്റുള്ള കുട്ടികളും ക്ലാസ്സിലെത്തിയിരുന്നു. കൊച്ചു ടോട്ടോ പാട്ടിൽ ഉപയോഗിച്ച നെടുങ്കൻ പദങ്ങൾ അവരെ പിടിച്ചിരുത്തി കളഞ്ഞു. നമ്മുടെ സ്കൂളിന് ഒരു പാട്ടുണ്ടാക്കാൻ മാസ്റ്ററോട് പറഞ്ഞാലോ? ടോട്ടോച്ചാൻ വളരെ ഗൗരവത്തോടെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഉവ്വ് നമുക്ക് പോയി പറയാം, വരൂ തായ്ച്ചാൻ നടക്കാം. എല്ലാവരും കൂടി ആലോചിച്ച് മാസ്റ്ററെ കാണാനെത്തി. സംഘം ചേർന്ന് മുറിയിലെത്തിയ ശേഷം ടോട്ടോച്ചാൻ പഴയ സ്കൂളിലെ ഈ പാട്ട് മാസ്റ്ററെ പാടിക്കളിപ്പിച്ചു. ശരി, നമുക്കൊരു പാട്ടുണ്ടാക്കി കളയാം, നാളെ രാവിലെ ആവട്ടെ. കുട്ടികളുടെ അപേക്ഷ മാനിച്ചുകൊണ്ട് മാസ്റ്റർ പറഞ്ഞു. ഉറപ്പാണല്ലോ? കുട്ടികൾ ആരാഞ്ഞു. ആർപ്പു വിളികളോടെ മാഷിന്റെ തലകുലുക്ക് കണ്ട ശേഷം അവർ തങ്ങളുടെ തീവണ്ടി ക്ലാസ്സിലേക്ക് മടങ്ങിപ്പോയി. കുട്ടികളെല്ലാം മൈതാനത്ത് ഒന്നിച്ചു കൂടാൻ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നോട്ടീസ് പിറ്റേ ദിവസം രാവിലെ എല്ലാ ക്ലാസ് മുറികളിലും പതിച്ചിട്ടുണ്ടായിരുന്നു. ടോട്ടോച്ചാനും മൈതാനത്തേക്ക് തിക്കി തിരക്കുന്ന മറ്റു കൂട്ടുകാരുടെ ഒപ്പം ചേർന്നു. ഒരു ബ്ലാക്ക് ബോർഡ് മധ്യത്തിലായി പ്രതിഷ്ഠിച്ച ശേഷം മാസ്റ്റർ പറഞ്ഞു, ഇതാ നമ്മുടെ ടോമോ സ്കൂളിന് ഒരു പാട്ടുണ്ടായിരിക്കുന്നു. അദ്ദേഹം ബ്ലാക്ക് ബോർഡിൽ 5 സമാന്തര രേഖകളും അതിനുള്ളിൽ പുതിയ പാട്ടിന്റെ സ്വരവീചികളും വരച്ചു. ടോമോ ടോമോ ടോമോ
ടോമോ ഓ. ഇനി നാം ഇത് പാടാൻ പോവുകയാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് വിദഗ്ധനായ ഒരു മ്യൂസിക് കണ്ടക്ടറെ പോലെ ഇരു കൈകളും ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ട് മാസ്റ്റർ പറഞ്ഞു. കൈകൾ താളത്തിൽ ചലിപ്പിച്ച് അദ്ദേഹം പാടാൻ ആരംഭിച്ചു. ടോമോ 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 ഓ ഓ ഓ. ടോമോയിലെ 9 കുട്ടികളുടെയും നാവല്ല, 50 കുട്ടികളുടെയും നാവുകൾ ഒന്നിച്ചു ചലിച്ചു. ഇത്ര മാത്രമേ ഉള്ളൂ? അല്പനേരത്തെ മൗനത്തിന് ശേഷം ടോട്ടോച്ചാൻ ചോദിച്ചു. ഉവ്വ, ഇത്രയേ ഉള്ളൂ, നല്ലതല്ലേ? അഭിമാനപൂർവ്വം മാസ്റ്റർ മറുപടി പറഞ്ഞു. ടോട്ടോച്ചാന് സത്യത്തിൽ വല്ലാത്ത നിരാശ തോന്നി. അവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അസല് വാക്കുകളുള്ള ഒരു പാട്ടായിരുന്നു നല്ലത്. സ്വൻസക്കു ജലാശയം അഗാധമല്ലെങ്കിലും. അതുപോലെ. അത് അപ്രതീക്ഷിതമായിരുന്നു. മാസ്റ്റർ പ്രതീക്ഷിച്ചിരുന്നില്ല. അദ്ദേഹം ഒന്ന് വിളറി. എങ്കിലും ഒരു ചെറു ചിരിയോടെ പറഞ്ഞു, അപ്പോ പാട്ട് ഇഷ്ടായില്ല അല്ലേ? ഒന്ന് നിർത്തിയ ശേഷം മാസ്റ്റർ തുടർന്നു, ഞാൻ കരുതി ഇതായിരിക്കും സ്വൻസക്കു ജലാശയം അതിനേക്കാൾ കുറെ കൂടെ നല്ലത് ടോമോ അല്ലേ? എന്നാൽ പുതിയ പാട്ട് ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് നേരം. അത് അത്രയേറെ ലളിതമായിരുന്നു. ഇങ്ങനെ ഒരു പാട്ടുള്ളതിലും നല്ലത് ഇല്ലാതിരിക്കുകയായിരുന്നു, കുട്ടികൾ പലരും വിചാരിച്ചു. കൊബയാഷി മാസ്റ്റർക്ക് ദുഃഖം തോന്നി കാണണം. പക്ഷെ അദ്ദേഹം കോപിച്ചില്ല. മാസ്റ്റർ സാവധാനം ബോർഡിലെ സ്വരരേഖകൾ മായ്ക്കാൻ തുടങ്ങി. തങ്ങളുടെ നിലപാട് കുറച്ച് ക്രൂരമായി പോയോ എന്ന് കൊച്ചു ടോട്ടോയ്ക്ക് തോന്നാതിരുന്നില്ല. പക്ഷെ എല്ലാറ്റിനും ഉപരി അവളുടെ മനസ്സിൽ വന്ന് നിറഞ്ഞത് മറ്റെന്തോ ആയിരുന്നു. എന്തായിരിക്കും അത്? അവൾക്കും മനസ്സിലായില്ല. വാസ്തവത്തിൽ കൊബയാഷി മാസ്റ്റർക്ക് ടോമോ സ്കൂളിനോടും അവിടുത്തെ കുട്ടികളോടുമുള്ള സ്നേഹം ഒന്നുകൊണ്ടും വെളിവാക്കാനാവാത്ത വിധം അഗാധമായിരുന്നു, അതിരറ്റതായിരുന്നു. പക്ഷെ പാവം കുട്ടികൾ അതറിഞ്ഞിരുന്നില്ല. അതറിയാനുള്ള പ്രായം അവർക്കായിരുന്നില്ല. സ്കൂൾ ഗാനത്തിന്റെ കാര്യം കുട്ടികൾ വളരെ വേഗം മറന്നു, കുഞ്ഞുങ്ങളല്ലേ. മാസ്റ്റർ ആകട്ടെ അതൊരു പ്രാഥമിക ആവശ്യമായി പോലും പരിഗണിച്ചിട്ടുമില്ല. അങ്ങനെ ബോർഡിൽ വരഞ്ഞിട്ട സ്വരവീചികൾ മറഞ്ഞതോടെ ആ കാര്യത്തിനും തിരശ്ശീല വീണു. പിന്നീട് ഒരിക്കലും ടോമോ ഗക്കുവാന് ഒരു സ്കൂൾ ഗാനം ഉണ്ടായിട്ടില്ല. ടോട്ടോച്ചാന്റെ സ്കൂളും കൊബയാഷി മാസ്റ്ററും ഒക്കെ ഒത്തുള്ള ദിവസങ്ങളും നമുക്ക് തുടർന്ന് കേൾക്കാം.